എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒറീസയിലെ പുരി ജഗന്നാഥ ക്ഷേത്ര തീർത്ഥയാത്രയോടനുബന്ധിച്ച് കൊണാർക്ക് സൂര്യക്ഷേത്രവും ഞങ്ങൾ സന്ദർശിക്കുകയുണ്ടായി. ആ യാത്രയെക്കുറിച്ചുള്ള വിവരങ്ങളാണ് ഞങ്ങൾ ഇന്ന് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യാനും മറക്കരുത്. 13-ാം നൂറ്റാണ്ടിൽ നരസിംഹദേവ രാജാവ് പണി കഴിപ്പിച്ച ഒഡീഷയിലെ കൊണാർക്ക് സൂര്യക്ഷേത്രം മുഴുവൻ ഒരു വലിയ രഥത്തിന്റെ ആകൃതിയിലാണ് രൂപകൽപ്പന ചെയ്തത്. 7 കുതിരകളും 22 ചക്രങ്ങളും സൂര്യദേവനെ ആകാശത്തിന് കുറുകെ വഹിക്കുന്നു. 13-ാം നൂറ്റാണ്ടിലെ വാസ്തുവിദ്യാ വിസ്മയമാണ് ബംഗാൾ ഉൾക്കടലിന്റെ സ്വർണ്ണമണലിന് മേലുള്ള സൂര്യദേവന്റെ ഈ ക്ഷേത്രരഥം. ഇന്നത്തെ കൊണാർക്ക് ഒറീസയിലെ മികച്ച വാസ്തുവിദ്യാ ക്ഷേത്രമാണ്. ലോകമെമ്പാടുമുള്ള വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്ന ഏറ്റവും ആകർഷകമായ കേന്ദ്രം കൂടിയാണിത്. കോൺ എന്നാൽ ദിക്ക്, അർക്കൻ എന്നാൽ സൂര്യൻ. അങ്ങനെ കൊണാർക്ക് കിഴക്കുദിച്ച സൂര്യൻ എന്ന അർത്ഥത്തിലാണ് ഈ പേര് ഈ ക്ഷേത്രത്തിന് കൈവന്നത് എന്ന് പറയപ്പെടുന്നു. ഭാരതീയ ശില്പകലയുടെ മകുടോദാഹരണമാണ് ഈ ക്ഷേത്രം. ക്ഷേത്രത്തിലെ ചുമർ ചിത്രങ്ങളിൽ ദേവീദേവന്മാരുടെ രൂപങ്ങൾ, പുരാണ കഥാപാത്രങ്ങൾ, ഗന്ധർവന്മാർ, യക്ഷികൾ, പുരാണ കഥാസന്ദർഭങ്ങൾ, നൃത്തം ചെയ്യുന്ന അപ്സരസ്സുകൾ എന്നിവ കാണാൻ കഴിയും. പ്രധാന ക്ഷേത്രത്തിന്റെ ചുറ്റിലുമായി അടിഭാഗത്ത് 2000-ഓളം ആനകളുടെ ശില്പങ്ങളും ഉണ്ട്. പ്രധാന ക്ഷേത്രത്തിന് 229 അടി ഉയരമുണ്ടായിരുന്നു. ഇതിന് 3 ഭാഗങ്ങളാണുള്ളത്. സൂര്യദേവന്റെ പൂജാവിഗ്രഹം പ്രതിഷ്ഠിച്ചിരുന്ന ശ്രീകോവിൽ, അതായത് ഗർഭഗൃഹം, ക്ഷേത്ര സോപാനം, ജഗന്മോഹൻ മണ്ഡപം എന്നിവയാണവ. 1200-ഓളം പേർ 12 വർഷത്തോളം സമയമെടുത്താണ് ഈ ക്ഷേത്രം നിർമ്മിച്ചത്. കിഴക്കോട്ട് ദർശനമായാണ് ക്ഷേത്രം നിലനിൽക്കുന്നത്. ഉദയസൂര്യന്റെ പ്രകാശരശ്മികൾ പ്രധാന വിഗ്രഹത്തിന്റെ മൂർധാവിൽ പതിക്കുന്ന രീതിയിലായിരുന്നു ഇതിന്റെ നിർമ്മാണം. സൂര്യദേവന്റെ 3 ഭാവങ്ങൾ, അതായത് ഉദയം, മധ്യാഹ്നം, അസ്തമയം എന്നിവ പ്രധാന ക്ഷേത്രത്തിന്റെ 3 ഭാഗങ്ങളിലായി നിർമ്മിച്ചിരിക്കുന്നു. കല്ലുകൾ തമ്മിൽ യോജിപ്പിക്കാൻ സിമന്റോ കുമ്മായമോ ഉപയോഗിച്ചിട്ടില്ല എന്നതും ഒരു പ്രത്യേകതയാണ്. ഓരോ കല്ലും പ്രത്യേക രീതിയിൽ കൂട്ടിയിണക്കിയാണ് ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത്. സൂര്യക്ഷേത്രത്തിന് മുകളിൽ കാന്തിക പ്രഭാവമുള്ള ഒരു കല്ലുണ്ടായിരുന്നു. അതിന്റെ കാന്തിക സ്വാധീനം കാരണം കൊണാർക്ക് ക്ഷേത്രത്തിന് മുന്നിലുള്ള സമുദ്രത്തിലൂടെ സഞ്ചരിക്കുന്ന കപ്പലുകൾ വഴിതെറ്റി സഞ്ചരിക്കുകയും നശിക്കുകയും ചെയ്തതായി പറയപ്പെടുന്നു. ക്ഷേത്രഭിത്തിയിലെ എല്ലാ കല്ലുകളും സന്തുലിതമായി നിലനിർത്തുന്ന കേന്ദ്ര കല്ലായി ക്ഷേത്രത്തിലെ ഈ കാന്തിക പ്രഭാവമുള്ള കല്ല് പ്രവർത്തിച്ചിരുന്നു. പിന്നീട് അത് ആരോ എടുത്തു കളഞ്ഞുവെന്നും പരസ്പരം കാന്തികമായി ബന്ധപ്പെട്ടു കിടന്ന കല്ലുകൾക്ക് പിന്നീട് സ്ഥാനഭ്രംശം സംഭവിച്ചു എന്നും പറയപ്പെടുന്നു. ആ കാന്തിക മണ്ഡലം തകർന്നതോടെ ക്ഷേത്രം ക്രമേണ നശിച്ചു എന്ന് വിശ്വസിക്കപ്പെടുന്നു. പക്ഷേ ഇങ്ങനെയൊരു കാന്തിക മണ്ഡലം ഉണ്ടായിരുന്നതിന് ശാസ്ത്രീയമായ തെളിവുകളോ അങ്ങനെയുള്ള ഒരു പ്രസ്താവനയ്ക്ക് ചരിത്രപരമായ ഒരു രേഖയോ ഇല്ല എന്നും കേൾക്കുന്നുണ്ട്. നിഗൂഢമായ നിരവധി ഐതിഹ്യങ്ങളുടെയും ചരിത്ര സംഭവങ്ങളുടെയും സ്മാരകമായി നിലകൊള്ളുന്ന കൊണാർക്ക് സൂര്യക്ഷേത്രം കാണാൻ സാധിച്ചതിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം സന്തോഷമുണ്ട്. പുരി ജഗന്നാഥ ക്ഷേത്ര തീർത്ഥയാത്രയിലെ മറ്റൊരു വീഡിയോയുമായി ഞങ്ങൾ അധികം വൈകാതെ വരാം.
ഇപ്പം അമ്പലമായിട്ടല്ല അത്. അതെ ആനൊക്കെ ജന്തരമോക്ഷത്തില് ഇതൊക്കെ പണിയുടെ ഒരു ചിരഞ്ജീവികളാവില്ലേ. ആന